ഹായ് എവരി വൺ, വെൽക്കം ടു ട്രിപ്സ് ആൻഡ് ട്രീറ്റ്സ്. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ വേറെ ഏത് ഡിപ്പും നമുക്കിതിൻ്റെ കൂടെ വേണ്ട. നല്ല ടേസ്റ്റാണ്. മാത്രമല്ല ഇതൊരു വെറൈറ്റി സ്നാക്കാണ്. ഇത് നമുക്ക് നോമ്പ് തുറക്കും അല്ലാതെ ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാം ചായയുടെ കൂട്ടത്തിൽ. അപ്പോൾ നമുക്ക് ചിക്കൻ മയോ കട്ട്ലറ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ. ആദ്യം നമ്മുടെ കിടിലൻ ചിക്കൻ മയോ കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമാണ് വെച്ചിട്ടുള്ളത്. ഇനി പാനൊന്ന് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ സ്ലൈസ് ചെയ്തും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേവിച്ച് വെച്ച ചിക്കനാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഓൾറെഡി ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ച് വെച്ച ചിക്കൻ മിൻസാണിത്. അതാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് ചിക്കൻ എടുത്ത് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് നമ്മൾ കട്ട്ലറ്റിന് ചെയ്യുന്ന പോലെ തന്നെ ഷ്രെഡ് ചെയ്തത് ഇതുപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചിക്കൻ ഇതുപോലെ വേവിച്ചത് ഞാനിവിടെ 1 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചിക്കനൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച 2 പൊട്ടാറ്റോ ആണ്, ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മാഷ് ചെയ്തെടുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ ടൈമിൽ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് കൊടുത്തതല്ലേ, അപ്പോൾ കുറച്ച് മാത്രം ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് മെയിൻ എന്ന് പറയുന്നത് ചിക്കൻ്റെ പൊട്ടാറ്റോൻ്റെയും ഫില്ലിംഗ് തന്നെയാണ്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ നമ്മുടെ മയോണൈസ്. പിന്നെ കോട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ രീതിയിൽ കട്ട്ലറ്റിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം കുറച്ച് ചിക്കൻ പൊട്ടാറ്റോ മസാല എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ കയ്യിൽ കുറച്ച് ഓയിൽ തൂന്ന് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇതൊന്ന് കൈവച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 1/4 സ്പൂണ് മയോണൈസ് നമുക്കിതിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളത് ഒരു ബോൾ പോലെ ഇങ്ങനെ ആക്കിയിട്ട് ഈ മയോണൈസ് കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ബോൾ പോലെ ആക്കി പിന്നെ ഒന്ന് മെല്ലനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് മുട്ടയിലൊന്ന് 2 സൈഡും ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തിട്ട് നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഓരോ കട്ട്ലറ്റും ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതിനെക്കാട്ടും ഡബിൾ സൈസിലായിരിക്കണം കേട്ടോ ഇത് ഉണ്ടാക്കേണ്ടത്. കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ മയോണൈസ് വെക്കുന്നതുകൊണ്ട് തന്നെ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. എണ്ണയിലിട്ട് വറുക്കുമ്പോഴാണെങ്കിലും പൊട്ടിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഡബിൾ സൈസിലായിരിക്കണം ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അങ്ങനെ ഞാനിവിടെ ഒരു 4 റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ഇനി ഒരു ഫ്രൈയിങ് പാൻ എടുത്തിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പാനൊന്ന് ചൂടായി വരുമ്പോൾ പൊരിക്കാൻ ആവശ്യമായ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ട് കട്ട്ലറ്റ് ഇതുപോലെ ഓരോന്നായിട്ട് വറുത്തെടുക്കാം. ഇനി നമ്മൾ സാധാരണ കട്ട്ലറ്റ് വറുക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇതും ചെയ്യുന്നത്. ഒരു സൈഡായി വരുമ്പോൾ മറ്റേ സൈഡും ഫ്ലിപ്പ് ചെയ്ത് ഇട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ചട്ടിയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് കുക്ക് ചെയ്യാൻ അധികം ടൈമൊന്നും ആവശ്യമില്ല, കാരണം ഓൾറെഡി കുക്ക് ചെയ്തതാണല്ലോ. അപ്പോൾ കുറച്ച് ടൈമിൻ്റെ ഉള്ളിൽ തന്നെ പെട്ടെന്ന് ഇത് റെഡിയാവും. അപ്പോൾ നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. ഇപ്പോൾ ഇഫ്താറിനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയൊരു കിടിലൻ ഐറ്റമാണ്. നല്ല റിച്ചാണ്, നമ്മളെ സാധാരണ കട്ട്ലറ്റ് പോലെയല്ല, നല്ല ടേസ്റ്റിയാണ്. ഇതൊരു 1.5 കട്ട്ലറ്റാണ്. ഇതിന് വേറെ സോസോ കെച്ചപ്പോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ.